Hi friends, welcome back Naveen's Dance Magic YouTube channel. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സിന്റെ രണ്ടാമത്തെ ഒരു ഭാഗം ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ അതിന്റെ എക്സ്പീരിയൻസ്, ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതേപോലെ നിങ്ങൾക്ക് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും പുതുതായിട്ട് എത്തുന്നവർ, നമ്മുടെ ഫാമിലിയോട് എത്തുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കാര്യം പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ പ്രിപ്പറേഷൻസിന്റെ കുറെ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ CV റെഡിയാക്കുന്ന എങ്ങനെയാണെന്നും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുമെന്ന്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് CV റെഡിയാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. സപ്പോസ് നിങ്ങൾ ഈ ഞാൻ പരിചയപ്പെടുത്തുന്ന കാര്യം കേട്ടിട്ടുള്ളതായിരിക്കാം. നമുക്ക് അതിലേക്ക് പോകാം. അപ്പൊ ഇന്റർവ്യൂ എന്ന് പറയുന്ന കാര്യം, നമ്മൾ ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം CV റെഡിയാക്കുക. അപ്പൊ CV റെസ്യൂം രണ്ടാണ് കേട്ടോ. ഞാൻ ഇതുവരെ CV റെസ്യൂം ഒന്നാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ CVക്കും റെസ്യൂമും രണ്ടായിട്ടാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും CV എന്താണ്, റെസ്യൂം എന്താണെന്ന്. രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. അപ്പൊ ഓൾറെഡി നമ്മുടെ കേരളത്തിലായാലും നാട്ടിലായാലും നമ്മൾ എപ്പോഴും റെസ്യൂം അയക്കുക, CV അയക്കുന്നതാണ് എല്ലാവരും പറയാം. അപ്പൊ CV റെസ്യൂം എന്ന് പറയുമ്പോൾ ചിലർ തിരുത്തി തരാറുണ്ട് രണ്ടാണെന്ന്. അതിനൊപ്പം തന്നെ കവർ ലെറ്റർ, അതൊക്കെ നമ്മളൊരു ഇന്റർവ്യൂവിന് അയക്കേണ്ട ഒരു കാര്യമാണ്. കവർ ലെറ്റർ ഇപ്പൊ നമ്മൾ എല്ലാവരും കവർ ലെറ്റർ ആയിട്ടല്ല ചെയ്യുന്നത്. ഒരു ഇന്റർവ്യൂവിന് മെയിൽ അയക്കുമ്പോൾ ജസ്റ്റ് റെസ്പെക്റ്റഡ് സാർ, എന്റെ പേര് ഇതാണ്, ഞാൻ ഇതാണ് ചെയ്തതെന്നുള്ള ഒരു ചെറിയൊരു ബ്രീഫ് ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ, നമ്മൾ സെൽഫ് ഇൻട്രോ പറയില്ലേ, അതേപോലെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഏത് കമ്പനിയിലായിട്ടാണ് നമ്മൾ ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യുന്നതെങ്കിലും അവിടെ ഷോർട്ട് ലിസ്റ്റ് ആവുന്നത് CV ആണ്. അപ്പൊ CV ഷോർട്ട് ലിസ്റ്റ് ആയ ശേഷമേ നമ്മളെ ഇന്റർവ്യൂവിന് വിളിക്കും. പിന്നെ നമ്മുടെ പെർഫോമൻസ് വഴിയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, CV എന്ന് പറയുമ്പോൾ നമ്മൾ മിക്കവരും ചെയ്തിട്ടുള്ള എന്താണ്, CV ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വെക്കും. പക്ഷെ ആ CVയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ചോദിച്ചാലോ നമുക്ക് അറിയുകയില്ല. അപ്പോൾ ഈ CV എത്രത്തോളം പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാമോ അത്രയും നല്ല പ്രൊഫഷണൽ ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഇന്റർവ്യൂവിന് സെലക്ട് ആവുകയുള്ളൂ. അതായത് ഇന്റർവ്യൂവിന് സെലക്ട് ആവുമെന്ന് പറയും. ഇന്റർവ്യൂ സെലക്ട് ആവുമെന്ന് പറഞ്ഞാൽ ജോബിന് സെലക്ട് ആവുമെന്നല്ല, ഇന്റർവ്യൂ കിട്ടാനുള്ള ഒരു സെലക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ പുറത്തേക്ക് പോകുന്നതിന് വേറെ ഒരു പ്രത്യേക CV, അല്ല നമ്മളെ നാട്ടിലെ ഒരു പ്രത്യേക CV, അങ്ങനെയാണ് നമ്മൾ എല്ലാവരും ചെയ്യാറുള്ളത്. കാരണം ഒരു CV ആയിരിക്കത്തില്ല നമ്മൾ വേറൊരിടത്തിൽ കൊടുക്കുന്നത്. കാരണം പല രീതിയിൽ പല CV, ഞാൻ തന്നെ ഒരു 4-5 CV ചെയ്തിട്ടുണ്ട്, പല മോഡലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ആ CV ചെയ്തത് എന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. CV ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. അതൊരു ഞാൻ CV എല്ലാം കൂടി കാണിക്കാനല്ല, CV ആപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. ആ രീതിയിൽ നിങ്ങൾക്ക് CV ചെയ്യാവുന്നതാണ്. കാരണം ഇന്നൊരു മാർക്കറ്റിംഗിൽ ഒരുപാട് മാർക്കറ്റ് നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുമ്പോൾ കാണാം CV 99 അല്ലെങ്കിൽ 199 റുപ്പീസിനൊക്കെ ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അത് നല്ല രീതിയിൽ ചെയ്യുന്നതാണ്. പക്ഷേ വെറുതെ കാശ് മുടക്കി നമ്മൾ അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് നമുക്ക് തന്നെ മൊബൈൽ ആൻഡ്രോയിഡ് ഫോണിൽ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയുന്നില്ല, ആ വീഡിയോയിലോട്ട് പോവാം. CVയുടെ പേര് ഇന്റലിജന്റ് CV മേക്കർ എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഞാൻ അറിയാത്തവർക്കും കൂടി വേണ്ടി പരിചയപ്പെടുത്തി തരികയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്റലിജന്റ് CV ആപ്പ്. ആദ്യം തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്രിയേറ്റ്, ഡൗൺലോഡ്സ്, മെർജ് PDF, സ്പ്ലിറ്റ് PDF, കംപ്രസ് PDF, ഇമേജ് ടു PDF എന്നൊക്കെ കാണാം. ആ ഓപ്ഷൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ PDF ടൂൾസ് ആണ്. പക്ഷേ അത് നമ്മൾ പ്രത്യേകമായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ആ CV ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് എൻ്റെ CVയുടെ ജസ്റ്റ് ഒരു ഫോർമാറ്റ് കാണിച്ചു തരാം. ഇതാണ് ഡൗൺലോഡ്സിൽ ഇങ്ങനെ ആഡ് കുറേ വരും കേട്ടോ. കുറേ ആഡ്സ് ഇങ്ങനെ വരും. ആഡ്സ് ഇങ്ങനെ ഡെയിലി വരാറുണ്ട്. അത് ഒന്നും കാര്യമാക്കണ്ട, അത് നമുക്കറിയാമല്ലോ. ആഡ്സ് എല്ലാ ഇതിലും വരുന്ന പോലെ തന്നെ ഇതാണ് എൻ്റെ CVയിൽ ഞാൻ ജസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. കവർ ലെറ്റർ ആണ്, CVയിൽ കൊടുത്തിട്ടുള്ള കവർ ലെറ്റർ ആണ്. ഓക്കെ, പിന്നെ ഈ കാണുന്നതാണ് എൻ്റെ ഒരു, ഞാനിപ്പം ഇതൊരു എയർലൈന് വേണ്ടി ഞാൻ ചെയ്തൊരു CV ആണ്. അതായത് ഒരു എയർലൈൻ ഇൻ്റർവ്യൂവിന് വല്ല പോവുകയാണ്. സപ്പോസ് പോയി കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ട് സ്റ്റാഫ് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്ന് കുറച്ചിട്ട് ചെയ്തതാണ്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരു 3 month 2 month ഒക്കെ ഞാൻ ചിലയിടത്ത് നിന്നിട്ടുള്ളൂ. അത് കുറേ ഇഷ്യൂസ് കൊണ്ട് എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഉള്ളൊന്നും ഒരിക്കലും ആഡ് ചെയ്യരുത്. അത് ഓട്ടോമാറ്റിക് നമുക്കൊരു ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിൽ നിന്നായാലും അവർ ചോദിക്കും വൈ യു റിസൈൻ ഫോർ ദാറ്റ് ജോബ് ഫോർ ജസ്റ്റ് ലിമിറ്റഡ് പീരിയഡ് എന്ന് പറയും. ഒരു ചെറിയൊരു പീരിയഡിൽ നമ്മൾ എന്തുകൊണ്ടാണ് റിസൈൻ ചെയ്തതെന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഞാനത് കുറച്ചത്. പിന്നെ എക്സ്പീരിയൻസ് കൊടുത്തിരിക്കുന്ന ഹോസ്പിറ്റലാണ്. ഓക്കെ, നിങ്ങൾക്ക് അത് ചെയ്യാം. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന CV ഈ മോഡലാണ്. ഇതാണ് എൻ്റെ CV. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ CV ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഈ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ഞാൻ ജസ്റ്റ് ചെയ്ത് വെച്ചൊരു CV ആണ് നിങ്ങൾ കാണുന്നത്. അതിൽ ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ എന്നുണ്ടല്ലോ, അത് കൊടുക്കുക. അതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ആദ്യം കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് CV ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് ഞാൻ CV ചെയ്യുന്നതെന്ന്.
ഓക്കെ, എൻ്റെ പേര് കൊടുക്കുകയാണ്. എൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നവനീത് എസ് ബാബു. ഓക്കെ, പിന്നെ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങൾ കൊടുക്കുക. അഡ്രസ്സ് ഇപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് തന്നെ കൊടുക്കണം. കാരണം നമ്മുടെ അഡ്രസ്സ് നോക്കിയിട്ടാണല്ലോ അവർ ഡീറ്റെയിൽസ് എല്ലാം നോക്കുമല്ലോ. അപ്പോൾ ആ രീതിയിലാണ് അവർ അത് ചെയ്യുന്നത്. ഓക്കെ, ഐശ്വര്യ പന്തപ്ലാവ്. ഓക്കെ, PO നമ്മുടെ പോസ്റ്റ് ഓഫീസ് പട്ടാഴി. സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ പട്ടാഴി. നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. പട്ടാഴി, കൊല്ലം. പിന്നെ നമുക്ക് പിൻ നമ്പർ വേണമെങ്കിൽ വെക്കാം. ചിലർ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ വെക്കാം, കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മുടെ പിൻ നമ്പർ ഇതാണ്. ഓക്കെ, അപ്പം എൻ്റെ ഓൾറെഡി മെയിൽ ID ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഞാൻ നേരത്തെ ചെയ്തത് കൊണ്ടാണ് മെയിൽ ID ഒക്കെ വന്നത്. ഓക്കെ, മൊബൈൽ നമ്പർ കൊടുക്കുക. നമ്മൾ 2 മൊബൈൽ നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്, 2 എണ്ണം കൊടുക്കണം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഫോട്ടോ ഓപ്ഷനിലാണ്. ഓൾറെഡി ഞാൻ ഫോട്ടോസ് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ഫോട്ടോ ഇപ്പം എടുക്കാത്തത്. എന്നാലും ഞാൻ ഒന്ന് കൊടുത്തേക്കാം. ഓക്കെ, ഫോട്ടോ കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോസ് തന്നെ കൊടുക്കണം. അല്ലാതെ നമ്മൾ ഇങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ ഉള്ള ഫോട്ടോസൊന്നും ഒരിക്കലും ഒരു ഇൻ്റർവ്യൂ ബോർഡിന് കാണുന്ന, അതായത് ഒരു ഇൻ്റർവ്യൂവിന് നമ്മളൊരു CV കൊടുക്കുമ്പോൾ അങ്ങനത്തെ ഫോട്ടോസൊന്നും കൊടുക്കരുത്. എപ്പോഴും നോക്കുമ്പോൾ ഒരു പ്രൊഫഷണൽ ലുക്കിൽ തന്നെ ഉണ്ടാവണം. അതെങ്ങനെയാണ് ആ ഫോട്ടോ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഞാനിപ്പം അങ്ങനെയാണ് ചെയ്തത്. കാരണം നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും, കണ്ടില്ലേ എൻ്റെ ഫോട്ടോ കണ്ടില്ലേ, ഇങ്ങനെയാണ് ആ ഫോട്ടോയുടെ ഒരു ലുക്ക് കണ്ടില്ലേ. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. ഇത് ഞാനല്ല ചെയ്തത് കേട്ടോ. ഇതെങ്ങനെയാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്യുന്നതെന്നും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതിലൂടെ തന്നെ. ഇതൊക്കെ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞ ശേഷം സേവ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുക. എഡ്യൂക്കേഷൻ ആഡ് കൊടുക്കുക. കോഴ്സ് ഏതാണ്, ഏതൊക്കെ ഡിഗ്രിയാണ് പഠിച്ചത്. ഇപ്പോൾ കോഴ്സ് ഞാൻ കൊടുക്കുന്നത് ഡിഗ്രി ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് BA ഹിസ്റ്ററി. ഓക്കെ, BA ഹിസ്റ്ററി ആണ്. അതിൻ്റെ താഴെ BA ആണ് MBA ചെയ്തിട്ട് അതിൻ്റെ ഹിസ്റ്ററി ആയിരുന്നു എൻ്റെ കോഴ്സ്. ഓക്കെ, ഞാനിത് ഇങ്ങനെയൊന്നും അല്ല ശരിക്കും ചെയ്യുന്നത് കേട്ടോ. അതായത് ഞാൻ CV നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മോഡലായിട്ട് ചെയ്ത് കാണിക്കുകയാണ്. ഞാൻ ഓൾറെഡി ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂൾ ഏതാണ്, അപ്പോൾ ഏതാണ് നമ്മൾ പഠിച്ചതെന്നുള്ളത് കൊടുക്കുക. ഞാനിപ്പോൾ പഠിച്ചത് സെൻറ്റ് തോമസ് കോളേജ് കോഴഞ്ചേരിയിലായിരുന്നു ഡിഗ്രി പഠിച്ചത്. സെൻറ്റ് തോമസ് കോളേജ്, ഓക്കെ, കോഴഞ്ചേരി, പത്തനംതിട്ട. ഓക്കെ, അപ്പോൾ ഇത് സ്കൂള് യൂണിവേഴ്സിറ്റി എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് താഴെ നമുക്കൊരു ഹൈഫൺ കൊടുത്തിട്ട്, അല്ലെങ്കിൽ അവരോട് ചേർന്ന് തന്നെ ഒരു ഹൈഫൺ കൊടുത്താൽ മതി. MG യൂണിവേഴ്സിറ്റി. വീഡിയോ കാണുന്നവരൊക്കെ MG യൂണിവേഴ്സിറ്റി പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയാം. അടുത്തത് ഗ്രേഡ് ആൻഡ് സ്കോർ ആണ്. നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി, അതൊരു ഓപ്ഷനബിൾ ആണ്. അത് കൊടുത്തില്ലെങ്കിലും വിഷയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഗ്രേഡ് വേണമെങ്കിൽ എൻ്റെ ഇത്രയാണ്, ഒരു 55% ആണെന്ന് തോന്നുന്നു. എനിക്ക് അത്രയാണെന്ന് തോന്നുന്നു. ഗ്രേഡ് എത്ര ഓർമ്മയില്ല, അത് കൂടുതലുണ്ട്. പക്ഷെ അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇയർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഇയർ കൊടുക്കുക. 2019 ഞാൻ പാസ്സായത്. ഓക്കെ, അപ്പോൾ അത് കൊടുത്ത് സേവ് കൊടുത്തു. അടുത്തത് നമ്മൾ ചോദിക്കുന്നത് എഡ്യൂക്കേഷൻ നമുക്ക് വേണേൽ അടുത്തത് കൊടുക്കാം. എനിക്ക് മാസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഇത് മാത്രമായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എക്സ്പീരിയൻസ് കൊടുക്കുക. എക്സ്പീരിയൻസ് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ. ഞാൻ കമ്പനിയുടെ പേരാണ്, ഹോസ്പിറ്റലിൻ്റെ പേരാണ് ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ. ഇടപ്പള്ളി, കൊച്ചി. ഓക്കെ, അപ്പോൾ അവിടെ ജോബ് ടൈറ്റിൽ ചോദിക്കുന്നുണ്ട്. ജോബ് ടൈറ്റിൽ നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഞാനത് ചെയ്തത്, നിങ്ങൾ എന്ത് ജോബാണ് ചെയ്തത് അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ നോക്കുക. കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പോസ്റ്റാണ് ഞാൻ ചെയ്തത്. കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അതിൽ റിസപ്ഷൻ ഞാൻ മാനേജ് ചെയ്തു, അതുപോലെ കോൾ സെൻറ്റർ മാനേജ് ചെയ്തു, അങ്ങനെ പല കാര്യങ്ങൾ അത് വരുന്നുണ്ട്. ജസ്റ്റ് ഇത് ഇൻറ്റേൺഷിപ്പ് ആണല്ലോ. ഫ്യൂച്ചർ ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്ത കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ ജോബ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ഇൻറ്റേൺഷിപ്പ് എന്നാണ്. നമുക്ക് വേണമെങ്കിൽ ഇൻറ്റേൺഷിപ്പ് കൊടുക്കാം. ഇതെല്ലാം തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. ഇൻറ്റേൺഷിപ്പ് ഞാൻ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് എന്ന് ഞാൻ ഇതുവരെ എൻ്റെ ആഡ് ചെയ്തിട്ടില്ല CV-യിൽ. കാരണം അത് അവർ ചോദിക്കുമ്പോൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ ഇതിൽ സ്റ്റാർട്ട് ഡേറ്റ് നിങ്ങൾ കണ്ടല്ലോ, ആ സ്റ്റാർട്ട് ഡേറ്റ് എന്നാണ് നിങ്ങൾ കൊടുക്കുക. ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ ആണ്. ജൂലൈ 10 എൻ്റെ ഡേറ്റ് കൊടുത്തത് ഒക്ടോബറാണ്. ഒക്ടോബറിന് 3 മാസത്തെ ഇൻറ്റേൺഷിപ്പ് ആയിരുന്നു. ഒക്ടോബർ 8 ഇറങ്ങിയത്. പിന്നെ നമ്മളിവിടെ ഡീറ്റെയിൽസ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തെന്ന് കൊടുക്കുക. അതായത് ഇപ്പോൾ എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ
എക്സ്പീരിയൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതെന്നാണ് എക്സ്പീരിയൻസ് ഹോസ്പിറ്റൽ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഏത് സ്ഥാപനത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്തത്, അവിടുത്തെ ഏതൊക്കെയാണ് നിങ്ങൾ കൊടുത്തേക്കുന്ന എന്താ പറയുക റെസ്പോൺസിബിലിറ്റി, ജോബ് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ആ റെസ്പോൺസിബിലിറ്റി കൊടുക്കാൻ നോക്കുക. ജസ്റ്റ് ഞാൻ നോർമലായിട്ട് വേണമെങ്കിൽ ഒരു ഇത് മാത്രമേ ആഡ് ചെയ്യാം. ഓൾറെഡി ഞാനത് ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. പേഷ്യൻസ് കംപ്ലൈൻറ്റ്സ് ഹാൻഡ്ലിങ്, ഓൾറെഡി ഇതെല്ലാം ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിനകത്ത് വന്ന് കിടപ്പുണ്ട്. ഓക്കെ, ഇത് മാത്രമേ ഞാനിപ്പോൾ കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ സേവ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എത്ര എക്സ്പീരിയൻസ് ആണ് പോലും ആ എക്സ്പീരിയൻസ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കാൻ നോക്കുക. അടുത്ത സ്കിൽസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ മറ്റൊരു ഓപ്ഷൻ കണ്ടില്ലേ, എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്യുന്നത്, നമുക്ക് അറിയത്തില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് എക്സാമ്പിൾ ഉൾപ്പെടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി സ്കിൽസ് കൊടുക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യുക. ഇപ്പം ജസ്റ്റ് ഒരു സ്കില്ല് മാത്രം ഞാൻ കൊടുത്തോളാം. കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാർക്കറ്റിംഗ്. നമുക്കില്ലാത്ത സ്കില്ല് ഒരിക്കലും കൊടുക്കരുത് കേട്ടോ. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത സ്കില്ല്, നമുക്കറിയാമല്ലോ നമുക്ക് എന്തൊക്കെ സ്കില്ലുണ്ട്, അപ്പോൾ ഇല്ലാത്ത സ്കില്ല് ഒരിക്കലും കൊടുക്കാതിരിക്കാൻ നോക്കുക, കൊടുക്കാതിരിക്കാൻ നോക്കണം. കാരണം ആ ഒരു സ്കില്ല് നമുക്ക് ഉണ്ടോ എന്ന് അവർ ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് ആ കമ്പനി. ഹോസ്പിറ്റലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാ ഹോസ്പിറ്റലും അങ്ങനെ ചെയ്തിട്ടില്ല, ചില ഹോസ്പിറ്റലുകാർ. പിന്നെ ചില സ്ഥാപനങ്ങൾ, നമ്മൾ നോർമലി ഒരു ടെലികോം ഇൻഡസ്ട്രിയുടെ ഒരു ഇൻ്റർവ്യൂവിന് പോയി, ഇപ്പം എക്സാമ്പിൾ ടെലികോളിംഗ്, കസ്റ്റമർ കെയർ, അക്കാഡമിക് കൗൺസിലർ പോലത്തെ പോസ്റ്റിലേക്ക് പോകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ നമുക്കുണ്ടോ എന്ന് അവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും. മാർക്കറ്റിംഗ് സ്കില്ല്, ഇനി സപ്പോസ് നമ്മൾ ടെലികോളിങ്ങിനാണ് പോകുന്നതെങ്കിൽ അവർ ടാർഗറ്റ് നമ്മളെങ്ങനെ അക്സെപ്റ്റ്, നമ്മളതിനെങ്ങനെ എന്താ പറയുക സെയിൽ ചെയ്ത് കാണിക്കും, നമ്മുടെ സെയിൽ കപ്പാസിറ്റി എത്രയാണെന്ന് അറിയാൻ വേണ്ടി അവർ മാർക്കറ്റിംഗ് പൊട്ടൻഷ്യൽ നോക്കാറുണ്ട്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ സേവ് കൊടുക്കുക. അപ്പോൾ സ്കിൽസിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. അടുത്ത ഒബ്ജക്റ്റീവ്. നമ്മളൊരു ഒബ്ജക്റ്റീവ് കൊടുക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഇപ്പോൾ ചില ആൾക്കാർ ഒബ്ജക്റ്റീവ് ഒക്കെ ആണെങ്കിൽ വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒബ്ജക്റ്റീവ് ഇപ്പം ജസ്റ്റ് ഞാനൊരു ഒബ്ജക്റ്റീവ് കൊടുക്കുന്നത് ഫോക്കസ് ഓൺ വർക്ക്സ് ആൻഡ് പിന്നെന്താണ് ഒരു ഹാർഡ് വർക്കിംഗ്. ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ കൊടുക്കുക. ഫോക്കസ് ഓൺ വർക്ക് ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം CV ഞാൻ എങ്ങനെ ചെയ്തതെന്ന്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഒബ്ജക്റ്റീവ് കഴിഞ്ഞാൽ റെഫറൻസ് നമുക്ക് ഉണ്ടെങ്കിൽ റെഫറൻസ് കൊടുക്കാം. എന്തെങ്കിലും റെഫറൻസ് നമുക്ക് നിർബന്ധമൊന്നുമില്ല, റെഫറൻസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഉള്ളത് പ്രോജക്ട്സ് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പ്രോജക്ട്സ് ചെയ്തിട്ടില്ല, ഇന്റേൺഷിപ്പ് മാത്രമേ ചെയ്തുള്ളൂ. ഇനി സപ്പോസ് നമ്മൾ ഡിഗ്രി PG ഒക്കെ ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ ഒരു കവർ ലെറ്റർ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം റെസ്പെക്റ്റഡ് സാർ, എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇന്നതാണ് പഠിച്ചത്, ഇന്ന എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇത്ര മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ഇന്നതാവാനാണ് ആഗ്രഹം. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നമ്മളൊരു കസ്റ്റമർ സർവീസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് കസ്റ്റമർ സർവീസിൽ കൂടുതൽ ഹയർ എന്താ പറയുക ഒരു വലിയൊരു ഗോളിലേക്ക് എത്താൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുത്താൽ മതി. ഓക്കെ, അത് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നില്ല. അത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അല്ല, താല്പര്യം ഉണ്ടെന്നല്ല, നമ്മളൊരു ഇൻ്റർവ്യൂ ഒരു CV എടുത്ത് അയച്ചു കൊടുക്കുമ്പോൾ നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ കവർ ലെറ്റർ കൂടി ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, വിദേശത്തോടൊക്കെ നമ്മൾ നോക്കുമ്പോൾ കവർ ലെറ്ററൊക്കെ അവർ കൊടുക്കാറുണ്ട്. ഇനി നമുക്കിവിടെ ആഡ് മോർ സെക്ഷൻ ഉണ്ട്. ആഡ് മോർ സെക്ഷനിൽ നമുക്ക് വേണേൽ ഇൻട്രസ്റ്റ് കൊടുക്കാം. ഇൻട്രസ്റ്റ് നമ്മളിപ്പോൾ എന്താണ്, എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ ഡാൻസിങ് ഉണ്ട്, സിംഗിങ് കൊടുക്കാം. നിങ്ങൾക്ക് ഇല്ലാത്ത ഇൻട്രസ്റ്റിംഗ് ഒന്നും കൊടുക്കരുത്, ചിലപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻ വരും. പിന്നെ ഞാനിവിടെ റൈറ്റിംഗ് കൊടുക്കും. ഇപ്പോൾ ഇതിനൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനത് മെയിനായിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് സേവ് കൊടുക്കുക. ഇനിയും വരുന്നത് പ്രോജക്ട്സ് ചോദിക്കുന്നുണ്ട്. നമ്മൾ പ്രോജക്റ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പിന്നെ ആഡ്മോർ സെഷനിൽ നമുക്ക് ഇനിയും കൊടുക്കാവുന്ന കാര്യങ്ങൾ, അച്ചീവ്മെൻറ്റ്സ് അവാർഡ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക. ആക്ടിവിറ്റീസ് ഉണ്ട്, പബ്ലിക്കേഷൻ ഉണ്ട്, ലാംഗ്വേജ് സ്കിൽ. നിങ്ങൾ ലാംഗ്വേജ് അറിയാമോ? ഇപ്പോൾ ലാംഗ്വേജ് അറിയാത്ത ലാംഗ്വേജ് ഒന്നും കൊടുക്കരുത്. ഇപ്പോൾ ലാംഗ്വേജ് ഞാനിവിടെ മലയാളം കൊടുക്കുകയാണ്. മലയാളം, പിന്നെ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷും മലയാളവും നന്നായിട്ട് അറിയത്തുള്ളൂ, പക്ഷേ ഹിന്ദി, തമിഴ് അറിയാം. തമിഴ് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം. പക്ഷേ ഞാനത് കൊടുക്കാറില്ല, കാരണം ഒരിടത്ത് കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചു തമിഴ് അറിയാമോ എന്ന്. അപ്പോൾ തമിഴിൽ ഞാൻ പറഞ്ഞു എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഇല്ലാത്ത കാര്യം ഒരിക്കലും കൊടുക്കരുത്. ഇനി അടുത്തത് ആഡ്മോർ സെക്ഷനിൽ തന്നെ നമുക്ക് വീഡിയോ ഉണ്ട്, പ്രോജക്റ്റ് റെഫറൻസ്, സിഗ്നേച്ചർ പിന്നെ നമ്മൾ കൊടുത്തോണം. അത് കാരണം നമ്മുടെ CV ആഡ് ചെയ്ത് കിടന്നോളും. അത് നിങ്ങൾ അതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇനിയുള്ളത് റീഅറേഞ്ച്, എഡിറ്റ് ഹെഡിങ്. നമുക്കിത് ഇങ്ങനെ തന്നെ മതിയോ, എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്ന്. ഫസ്റ്റ് എന്തായാലും ഒബ്ജക്റ്റീവ് ആണല്ലോ വരിക, പിന്നെ എക്സ്പീരിയൻസ് വരും, എഡ്യൂക്കേഷൻ വരും, സ്കില്ല് വരും, പ്രോജക്റ്റ് വരും, ഇൻട്രസ്റ്റ് വരും, ലാംഗ്വേജ് വരും, പേഴ്സണാലിറ്റി വരും. ഓക്കെ, ഇത് തന്നെ മതി. ഇനി നമുക്ക് അതിനകത്ത് റിസെറ്റ് ചെയ്യാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ കൊടുത്തത്. ഇനി വ്യൂ CV എന്നുള്ളത് കൊടുത്തു കഴിയുമ്പോൾ ഇതിൽ പ്രൊഫഷണലുണ്ട്. പ്രൊഫഷണൽ CV എന്നുള്ളത് എടുക്കുമ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള CVയുടെ ഒരു ഇതാണ് വരിക. ഇനി മോഡേൺ ഉണ്ട്. മോഡേൺ കൊടുക്കുമ്പോൾ കണ്ടില്ലേ, പല രീതിയിൽ മോഡേൺ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്.
ഇതിപ്പോൾ ഞാൻ കൊടുക്കുക ജോൺ മാത്യു എന്ന് പറയുന്ന ആളെ ആ ഒരു റെഫർ ഇതാണ്. അപ്പോൾ അതെ എൻ്റെ CV ഉണ്ടോ, ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന CVയുടെ ഡീറ്റെയിൽസ്. കറക്റ്റായിട്ട് കണ്ടില്ലേ, കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും വന്നൊരു പ്രൊഫഷണൽ ലുക്ക് തോന്നുന്നുണ്ട് അല്ലേ. ഇതിപ്പോൾ ഞാൻ വേറൊരു ടെംപ്ലേറ്റ്സ് കാണിച്ചു തരാം. ഇത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ടെംപ്ലേറ്റ് കണ്ടോ, ഓക്കെ. ഇത് കാണുമ്പോഴേ നമുക്കൊരു പ്രൊഫഷണൽ ലുക്ക് തോന്നും. ഒരു എന്താ പറയുക, കാണാനൊരു വെറൈറ്റിയാണ് അല്ലേ. കമ്മ്യൂണിക്കേഷൻ മാർക്കറ്റിംഗ് എന്നൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എത്ര പെർസെൻറ്റേജ് ഫുള്ള് കൊടുക്കാൻ നോക്കുക, അതെനിക്കിപ്പോൾ പറ്റിയ മിസ്റ്റേക്ക് ആയിരുന്നു. ഇതുണ്ട് എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ് എന്താണ്, നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ്, ഇത്രയും മതി. ഇതിപ്പോൾ ഒരു ചെറിയൊരു ഇത് ഞാൻ നിങ്ങൾക്ക് മോഡലായിട്ട് കാണിച്ചു തന്നെ, പക്ഷെ നമ്മൾ CV ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ കാണിക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി എൻ്റെ ആ CV ഒന്ന് കാണിച്ചു തരാം. ഞാൻ ചെയ്ത CV ഇതിപ്പോൾ ചെയ്തതാണ്. ഓക്കെ, ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള CVയുടെ ഒരു മോഡൽ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ ചെയ്ത CVയുടെ ആണ്. ഓക്കെ, വ്യൂ CV എടുക്കുമ്പോൾ കണ്ടോ, ഇതിൽ ഞാൻ വേറൊരു മോഡൽ ചെയ്യാം. നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഏത് മോഡലും നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇത് കണ്ടില്ല, നല്ലൊരു മോഡലാണ്. ഇത് കണ്ടില്ലേ, ഈ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് അല്ലാതെ നമുക്ക് വേറെയും നോക്കാൻ പറ്റും. ഇപ്പം ഒരു കറുപ്പ് കളറുള്ളത് കണ്ടില്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഏതാണെന്ന് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ മാത്രമേ നിങ്ങൾ ആ CVയുടെ മോഡൽ എടുക്കുക. എനിക്ക് ഈ ഒരു മോഡലും ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതിൽ എനിക്കൊരു പ്രശ്നം പറ്റിയത് പേര് കണ്ടില്ലേ, പേര് കുറച്ച് ഇങ്ങനെ മാറിക്കിടക്കുന്ന ഒരു എന്തൊരു ഇതായിട്ട് തോന്നുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും, കുഴപ്പമില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് മനസ്സിലാവുന്നു. കാരണം നിങ്ങൾക്ക് CV എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആവശ്യമായിട്ട് ഒരു കാര്യമാണ്. അപ്പോൾ CV ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ CV ചെയ്യാൻ നോക്കുക. കാരണം ഇതൊക്കെ കാണുമ്പോൾ നല്ല രീതിയിലാണ് ചെയ്തത്. പിന്നെ ഇനി നിങ്ങൾക്ക് CV ചെയ്ത് നല്ല രീതിയിൽ തന്നെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പോൾ യൂറോപ്പ CV അല്ലെങ്കിൽ നമുക്ക് വെളിയിലോട്ട് പോകാനുള്ള CV ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ CV മേക്കേഴ്സിനെ ഏൽപ്പിക്കുക. പക്ഷേ പൈസ അത് ശ്രദ്ധിക്കണം. കാരണം എല്ലാം പെർഫെക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില ആൾക്കാർ പണി തരുന്നവരും ഉണ്ട്. അപ്പം ഇപ്പോൾ ജാൻവി ടെക്നോളജീസ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഞാൻ ഒരിക്കലും അതിൻ്റെ പ്രൊഫഷണൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുന്നില്ല, ഞാനത് നോക്കിയിട്ടില്ല. അങ്ങനെയുള്ള CV മാർക്കേഴ്സിനൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് CV ചെയ്ത് തരുന്നത്. ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ചോദിച്ചതാണ്. കുറേ എണ്ണം എനിക്ക് പണി കിട്ടിയിട്ടുമുണ്ട്, പക്ഷെ പൈസ കൊടുത്തിട്ടുമില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ജോബ് ഓഫേഴ്സ് പോലെ തന്നെ CV മാർക്കേഴ്സ്, അതേപോലെ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്ത് തരാം, ഫേസ്ബുക്ക് പ്രൊഫൈൽ പേജ്, ഇൻസ്റ്റാഗ്രാം ID ഒക്കെ അടിപൊളിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഇത് വരും. എല്ലാം ശ്രദ്ധിച്ച് തന്നെ കയറാവൂ. ഓക്കെ, അല്ലെങ്കിൽ പണി മേടിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് കാണിച്ചു തരാനുള്ളത്. ഡീറ്റെയിൽസ് ഒക്കെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇത്രയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മാക്സിമം നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് CV ചെയ്യാനുള്ള ഒരു ഐഡിയ, ഡീറ്റെയിൽസ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അടുത്ത വീഡിയോയിൽ നമ്മളൊരു ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂവിൻ്റെ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ള വീഡിയോ ഞാൻ ചെയ്യാം. മാക്സിമം വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.